കൊലപാതകത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്ക് അന്വേഷിക്കുകയാണ് പോലീസ്. ഇതുവരെയും മാതാപിതാക്കൾ കേസിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു സംശയം കണ്ടെത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന്. ഏത് രീതിയിലാണ് പോലീസ് അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുന്നത് എന്ന് നമ്മളോട് പങ്കുവയ്ക്കാൻ എ കെ ലതീഷ് കൂടി ചേർന്നുണ്ട്. കാരണം ഇത് ഏറെ ഗൗരവതരമായ വിഷയമാണ്. സഭയിൽ സംസാരിച്ചു. ഇത് സഭ മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, ഇത് സാമൂഹിക വിപത്താണ്, ഒരു കൊടിയ സാമൂഹിക വിപത്ത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അതിനെ പറഞ്ഞത്. കാരണം നമുക്കും അറിയാം, നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മാനസിക നില ഏത് രീതിയിൽ ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു, തെറ്റിന്റെ വഴിയിലേക്ക് കുട്ടികൾ ഏത് രീതിയിൽ പോകുന്നു, അതിന് എന്താണ് കുട്ടികളെ സ്വാധീനിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടം കൂടിയാണ്. ലതീഷ്, ഈ വാർത്തയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങുന്നില്ല, കാരണം അങ്ങനെ ഒരു ശുഭദിനം പറഞ്ഞു തുടങ്ങേണ്ട ഒരു വാർത്തയല്ലല്ലോ. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നേരത്തെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഈ കുട്ടികൾക്ക് പുറമെ മറ്റുള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സംശയം ഈ ഷഹബാസിന്റെ പിതാവും പറഞ്ഞിരുന്നു. കാരണം ആ ഒരു അടി ഉണ്ടായ സമയത്ത് മുതിർന്ന ആളുകൾ അവിടെ നോക്കി നിൽക്കുകയായിരുന്നു, ഇവരെ ഒരു തരത്തിലും പിടിച്ചു മാറ്റാൻ ആരും ശ്രദ്ധിച്ചില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, ഒരു ആരോപണം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം അറിഞ്ഞ ഒരു കാര്യം മാധ്യമങ്ങളുമായിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ മുതിർന്ന ആരുടെയോ ഒരു പങ്ക് ഇതിൽ വ്യക്തമാകുന്നില്ല എന്നാണോ? ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരത്തിൽ പുറത്തു നിന്നുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തം ഇതിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നാൽ അതൊരു അന്തിമമായ തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുമില്ല. കാരണം ആക്രമണം നടക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. ഷഹബാസ് ചികിത്സയിലിരിക്കെ മരിക്കുന്നത് ശനിയാഴ്ചയാണ്. 3-4 ദിവസം മാത്രമാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇത്രയും ദിവസത്തെ അന്വേഷണത്തിൽ പോലീസിന് അത്തരത്തിൽ പുറമേ നിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ ഒന്നും നേരിട്ട് ഈ ആക്രമണത്തിലോ അല്ലെങ്കിൽ ആസൂത്രണത്തിലോ തന്നെ പങ്കെടുത്തിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പുറമേ നിന്നുള്ള ആളുകളുടെ സഹായം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുമുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഈ ആക്രമണത്തിന് ഉപയോഗിച്ച നെഞ്ചക്ക് പോലീസ് കണ്ടെടുത്തിരുന്നു. അത് ഇന്നലെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം 4 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും പോലീസ് വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്ന് പരിശോധന നടത്തി പിടിച്ചെടുത്തിരുന്നു. ഇവ ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആസൂത്രണത്തിൽ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത 5 വിദ്യാർത്ഥികളാണ് നിലവിൽ പിടിയിലായതും അവർ ജുവനൈൽ ഹോമിൽ കഴിയുന്നതും. എന്നാൽ കൂടുതൽ ആളുകൾക്ക് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തുന്നതിൽ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. നിലവിൽ ഈ അക്രമം ആസൂത്രണം ചെയ്യുന്നതിന് ഉൾപ്പെടെ വിദ്യാർത്ഥികൾ പ്രത്യേകം വാട്സപ്പ് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ രൂപീകരിച്ചിരുന്നു. അതിലുൾപ്പെട്ട കുട്ടികളെക്കുറിച്ചും അതേപോലെ തന്നെ അതിലെ ചാറ്റുകളെക്കുറിച്ചുമെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ മറ്റു കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുൾപ്പെടെ ചില അസൗകര്യങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നിലവിൽ പോലീസിനുണ്ട്. കാരണം എല്ലാവരും SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും കൂടുതൽ ആസൂത്രണത്തിൽ പങ്കെടുത്ത കൂടുതൽ കുട്ടികളിൽ നിന്നുള്ള മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കൊലക്കുറ്റം ചുമത്തിയ 5 കുട്ടികൾ നിലവിൽ കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിലാണുള്ളത്. അവിടെയാണ് അവർക്ക് SSLC പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അതിൽ എന്തെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ സഹായം ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കുന്നതിനായാണ് ഇന്നലെ KSU ആണെങ്കിലും MSF ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും എല്ലാം ഈ ജുവനൈൽ ഹോമിന് മുമ്പിലേക്ക് മാർച്ച് നടത്തുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും മാധ്യമപ്രവർത്തകരെ വരെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. എന്നാൽ കുട്ടികളെ ഹാജരാക്കിയിരിക്കുന്നത് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പിലാണ്. അത് കോടതി തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ കോടതി തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുന്നത്. ആ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതുന്നത്. അതായത് അവർ കുറ്റവാളികളാണ് എന്ന് അല്ല കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവരെ അവർക്ക് ഉള്ള എല്ലാവിധ പരിഗണനയും സ്വാഭാവികമായും നിയമത്തിൽ നിന്നുകൊണ്ട് നൽകാൻ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാർ കൂടി ബാധ്യസ്ഥമാണ്.